നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഒരു സുഹൃത്തോ ബന്ധുവോ ഒരു അത്യാവശ്യത്തിന് നിങ്ങളോട് ഒരു ജാമ്യം നിൽക്കാമോ എന്നാവശ്യപ്പെട്ടാൽ നമ്മളിൽ പലരും ഒന്നും ആലോചിക്കാതെ അങ്ങ് അതിന് സമ്മതം മൂളാറുണ്ട്, അല്ലേ? ഇനി ഒത്തിരി ആലോചിക്കാൻ പോയാലും പ്രശ്നമാണ്. സുഹൃത്തുമായുള്ള ബന്ധം തകരാനും, അല്ലെങ്കിൽ ബന്ധുവാണെങ്കിൽ അയാളുമായുള്ള കുടുംബ ബന്ധങ്ങളിലൊക്കെ തകരാറിലാകാനും ഒക്കെ നമ്മളുടെ ഒരു നോ കൊണ്ട് കഴിയും. എന്നാൽ പിന്നെ ഒരു ഒപ്പിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അങ്ങ് ഇട്ടുകൊടുത്തേക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഒരു ഒപ്പിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ എന്ന് കരുതി നമ്മൾ ഛേദമില്ലാത്ത ആ ഉപകാരം ചെയ്യുന്നു. എന്നാൽ നിയമപരമായി പറഞ്ഞാൽ ആ ഒപ്പിടുന്ന സമയം മുതൽ നിങ്ങൾ സ്വയം ഒരു കെണിയിലാവുകയാണ്. അത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ജാമ്യം നിന്നയാൾ മുങ്ങിയാൽ, അല്ലെങ്കിൽ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ നിയമക്കുരുക്കുകളാണ്. പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരാളെ ശത്രുവാക്കണമെങ്കിൽ അയാളെ നമ്മൾ ദ്രോഹിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾക്ക് കുറച്ച് പണം കടം കൊടുത്താൽ മതി. മിക്കവരും വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണ്. എങ്ങാനും ഒന്ന് കൊടുത്ത പണം തിരികെ ചോദിച്ചു പോയാൽ വാക്കുതർക്കമായി, പിണക്കമായി. അപ്പോൾ പിന്നെ സ്വാഭാവികമായും അയാൾ പിന്നെ നമ്മുടെ ശത്രുവായിക്കൊള്ളും. അതുപോലെ തന്നെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് മറ്റൊരാൾക്കായി ജാമ്യം നിൽക്കലും. ജാമ്യം നിൽക്കുന്നതിലെ നിയമവശങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും വ്യക്തമായ ധാരണ നൽകുന്ന ക്രിമിനൽ കേസിലും ബാങ്ക് ലോണിലും ജാമ്യം നിൽക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അപകടങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമപരമായ വസ്തുതകൾ നിലവിലുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതായത് BNSS, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നിവ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്രിമിനൽ കേസുകളിൽ ഒരാളെ മോചിപ്പിക്കാൻ നിങ്ങൾ ജാമ്യം നിൽക്കുമ്പോൾ അറിയുക, പുതിയ നിയമമായ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ അപ്പോൾ മുതൽ ഏറ്റെടുക്കുന്നത്. ഇനി ജാമ്യക്കാരൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം. 1. കോടതി പറയുന്ന തീയതിയിൽ പ്രതി കോടതിയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് നൽകിയ ബോണ്ട് തുക, ഷുവർട്ടി എമൗണ്ട്, സർക്കാരിലേക്ക് കോടതിക്ക് കണ്ടുകെട്ടാം. 2. ഈ തുക അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാവര വസ്തുക്കൾ ലേലം ചെയ്ത് പണം ഈടാക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. 3. ഏറ്റവും അപകടകരമായൊരു വശം ഇതാണ്: തുക ഈടാക്കാൻ പറ്റിയില്ലെങ്കിൽ ജാമ്യം നിന്ന വ്യക്തിയെ 6 മാസം വരെ സിവിൽ ജയിലിലേക്ക് അയക്കാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അതായത് പ്രതി ചെയ്ത തെറ്റിന് നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും എന്ന് അർത്ഥം. 4. ഇനി ബാങ്ക് ലോണിൻ്റെ കാര്യം നോക്കാം. പലരും കരുതുന്നത് ലോൺ എടുത്തയാൾ പണം അടച്ചില്ലെങ്കിൽ മാത്രമല്ലേ തന്നെ പിടിക്കൂ എന്നാണ്. എന്നാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 128 പ്രകാരം ഗ്യാരണ്ടറുടെ ബാധ്യത ലോൺ എടുത്ത ആൾക്ക് തുല്യമാണ്. അതായത് വായ്പക്കാരനെ വേണമെങ്കിൽ വെറുതെ വിട്ട് ആദ്യം നിങ്ങളുടെ ശമ്പളം പിടിക്കാനോ സ്വത്ത് ലേലം ചെയ്യാനോ ബാങ്കിന് അധികാരമുണ്ടെന്ന് അർത്ഥം. 5. വായ്പ എടുത്തയാൾ മരിച്ചാലും നിങ്ങളുടെ ബാധ്യത തീരില്ല. നിങ്ങളുടെ സിബിൽ സ്കോറിനെയും ഇത് ബാധിക്കും. മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിന്നാൽ പിന്നീട് നിങ്ങൾക്ക് ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കേരളത്തിൽ അടുത്തിടെ മലപ്പുറം പോലുള്ള ജില്ലകളിൽ വൻ ജാമ്യ തട്ടിപ്പുകൾ പോലീസ് കണ്ടുപിടിച്ചത് നിങ്ങൾ വാർത്തയായത് കേട്ടിട്ടുണ്ടാവും. വ്യാജ ആധാരങ്ങളും സീലുകളും ഉപയോഗിച്ച് ജാമ്യം നിൽക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകളിൽപ്പെട്ടാൽ നിങ്ങൾ ക്രിമിനൽ കേസിൽ പ്രതിയാകും, ഒരു സംശയവും വേണ്ട. എന്നാൽ ഒരു ആശ്വാസ വാർത്തയുള്ളത്, പണമടയ്ക്കാൻ ഒട്ടും ശേഷിയില്ലാത്ത ഒരു ഗ്യാരണ്ടിയറെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കഴിയില്ല എന്ന് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വേലായുധൻ കേസിലാണ് അങ്ങനെ ഒരു നിരീക്ഷണം നടന്നത്. എങ്കിലും നിങ്ങളുടെ സ്വത്ത് ലേലം ചെയ്യുന്നതിൽ നിന്ന് ഇതിനെ തടയാനാവില്ല. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും ഉണ്ടായ ഒരു ചോദ്യം ഇതായിരിക്കും: ഒരിക്കൽ ജാമ്യം നിന്നുപോയി, ഇനി അതിൽ നിന്ന് എനിക്ക് പിന്മാറാൻ കഴിയുമോ? തീർച്ചയായും നിങ്ങൾക്കതിൽ നിന്ന് പിന്മാറാൻ കഴിയും എന്നാണ് ഉത്തരം. കോടതിയിൽ അപേക്ഷ നൽകി നിങ്ങൾക്ക് പിന്മാറാം. അപ്പോൾ കോടതി പ്രതിയെ പിടിക്കാൻ വാറണ്ട് അയക്കുകയും പുതിയ ജാമ്യക്കാരനെ കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും. ബാങ്ക് ലോണിൻ്റെ കാര്യത്തിൽ ഇത് അല്പം കൂടി സങ്കീർണമാണ്, അല്പം പ്രയാസമാണ്. ബാങ്കിൻ്റെ സമ്മതം വേണം, പകരം മറ്റൊരു ജാമ്യക്കാരനെ ഹാജരാക്കുകയും വേണം. ആർക്കെങ്കിലും ജാമ്യം നിൽക്കും മുമ്പ് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വായ്പ എടുക്കുന്ന ആളിൻ്റെ സാമ്പത്തിക ശേഷി കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചറിയുക. വികാരപരമായ തീരുമാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക. വായ്പ തിരിച്ചടവ് മുടങ്ങുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ബാങ്കിലൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. സാധ്യമെങ്കിൽ ഒരു ഗ്യാരണ്ടിയറെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് നിങ്ങളെ കൂടുതൽ കംഫർട്ടബിൾ ആക്കും. ഇങ്ങനെയുള്ള ജാമ്യ കരാറുകൾ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു അഭിഭാഷകന്റെ ഉപദേശം തേടുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. നിങ്ങൾ ഒരാൾക്കായി ജാമ്യം നിൽക്കുക എന്നത് മറ്റേയാൾക്ക് ഒരു വലിയ സഹായമാണ്, സംശയമില്ല. പക്ഷേ അത് നിങ്ങളുടെ ജീവിതവും സ്വസ്ഥതയും തകർക്കുന്ന രീതിയിലായിരിക്കരുത് എന്ന് മാത്രം. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ, കടം ചോദിച്ചു വരുമ്പോൾ കാണുന്ന സ്നേഹമൊന്നും തിരികെ പണം ചോദിക്കുമ്പോൾ പലരും കാണിക്കാറില്ലല്ലോ. അതുപോലെ ജാമ്യം നിൽക്കാൻ ആവശ്യപ്പെട്ടു വരുമ്പോൾ കാണിക്കുന്ന സ്നേഹമോ താല്പര്യങ്ങളോ ഒന്നും തന്നെ പിന്നീട് അവർ നിങ്ങളോട് തിരികെ കാണിച്ചു എന്ന് വരില്ല. അതിനാൽ തന്നെ വികാരത്തിന് കീഴ്പ്പെടാതെ നിയമം അറിഞ്ഞ് പ്രവർത്തിക്കുക.
ഈ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ സഹായം അത്യാവശ്യമായിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. മറിച്ച് നിങ്ങളുടെ ഭാഗം കൂടി സേഫ് ആക്കിയ ശേഷം മാത്രം ജാമ്യം നിൽക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവി, സമാധാനം ഇവയൊക്കെ നഷ്ടപ്പെടുത്തുന്ന തീരുമാനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക. സ്നേഹത്തിൻ്റെ പേരിൽ ജാമ്യം നിന്നിട്ട് ജീവിതം തന്നെ തകർന്നുപോയ ഒട്ടേറെ പേർ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ജാമ്യം നിൽക്കാൻ മനസ്സ് കാണിച്ചതുകൊണ്ട് ചില കുടുംബങ്ങളെ കൂട്ടമരണത്തിൽ നിന്ന് രക്ഷിച്ചവരുടെ കഥകളും നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾക്കത് സാധിക്കുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.